റേഷൻ കാർഡ് ഇനി മുതൽ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി വിളയിൽ പോകേണ്ടതില്ല. വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് സ്വയം മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഒപ്പം നിങ്ങളുടെ മൊബൈലിൽ 2 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. 1 ആധാർ ഫേസ് RD, 2 മേര eKYC. ആധാർ ഫേസ് RD എന്ന ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ മാത്രം ഉപയോഗിക്കുക. എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ BuyMode ഷോപ്പിംഗ് ആപ്പ്. BuyMode e-shopping application is one of the online shopping app. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ആദ്യം പറഞ്ഞ ആപ്പ്, അതായത് ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ആധാർ ഫേസ് RD. ഇത് ആരൊക്കെയാണോ ഇൻസ്റ്റാൾ ചെയ്യാത്തത് അവർ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിനു മുൻപ് ആധാർ ഫേസ് RD ഇൻസ്റ്റാൾ ചെയ്തവർ റീഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സെർച്ച് കൊടുക്കുക. ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത് ആധാർ ഫേസ് RD. അതിന് തൊട്ട് താഴെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിനാൽ രണ്ടാമത്തെ തവണയും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നിങ്ങൾ ആരാണോ ഇൻസ്റ്റാൾ ചെയ്യാതെ വെച്ചിരിക്കുന്നത് അവർ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും മേര eKYC എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് കൊടുക്കുക. ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, മേര eKYC. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് വന്ന് ഓപ്പൺ കൊടുക്കുക. ഡെസ്ക്ടോപ്പിലും ഉണ്ടാവും, ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുക. ഇതിൽ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം. നമ്മുടെ സംസ്ഥാനം ഏതാണോ അത് തിരഞ്ഞെടുക്കണം. ഇവിടെ 2 സംസ്ഥാനമേ കാണിക്കത്തുള്ളൂ. കേരള സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതിനാൽ ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ജനറേറ്റ് OTP. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഒരു OTP വരും. ഇൻകമിംഗ് വരുന്ന മൊബൈൽ വേണം. OTP വന്ന ഉടനെ ഇവിടെ എൻ്റർ ചെയ്യണം. OTP വന്നു. ശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യണം ഈ ഒരു കാലി ബോക്സിൽ. ഇതൊക്കെ കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അതിനാൽ കൃത്യമായി അവിടെ എന്താണോ കാണിക്കുന്നത്, ഈ ഒരു ലൊക്കേഷനിൽ എന്താണോ കാണിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് ക്യാപിറ്റലിൽ തന്നെ ടൈപ്പ് ചെയ്യണം. സ്മോൾ ലെറ്റർ ഉള്ളത് സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം തൊട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസ് കാണിക്കും. നമ്മുടെ പേര്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ റേഷൻ കാർഡ് നമ്പർ, ഹോം ഡിസ്ട്രിക്റ്റ്, പിന്നെ ആധാർ നമ്പർ, KYC സ്റ്റാറ്റസ് ഒക്കെ കാണിക്കും. എനിക്ക് Y എന്ന് കാണിക്കുന്നത് ഞാൻ ആൾറെഡി 1 ചെയ്തിരിക്കുകയാണ്. ഇനി 1 ബാക്കിയുള്ളത്. ഇനി വേണ്ടത് ഈ ഒരു ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യണം. ഫേസ് eKYC. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. യെല്ലോ ക്ലിക്ക് ചെയ്യുക. യെല്ലോ ക്ലിക്ക് ചെയ്യുക. ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് മാർക്ക് വരും. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് ഈ വട്ടം ചുവപ്പ് കളറാണ് കാണാൻ സാധിക്കുക. ഫോട്ടോ എടുത്ത് സക്സസ് വന്നതിന് ശേഷം ഈ വട്ടം പച്ച കളറായിട്ട് മാറും. കണ്ടോ, പച്ച കളറായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത സ്ക്രീനിൽ സ്റ്റാറ്റസ് എന്താണോ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്.